നായാട്ട് എന്ന് പറഞ്ഞ സിനിമേൻ്റെ അകത്തുള്ള സ്ഥലമാട്ടോ ഈ കാണുന്നത്. പഴഞ്ഞി റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഓരോ സ്ഥലത്തേക്ക് പോയത് കുതിരയൊക്കെ ഉണ്ട് കണ്ടോ. കൊടൈക്കനാൽ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കാട്ടോ. ഈ വഴിയാട്ടോ ഇന്നലെ കയറി വന്നത്. സ്ഥലം നോക്കി, അടിപൊളി അടിപൊളി വ്യൂ ആണല്ലോ. അയ്യോ സീര്. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോകാൻ പറ്റും. കാടായതുകൊണ്ട് അഞ്ചുവിന് ചെറിയ പേടി. ഇവിടെയൊക്കെ ഉണ്ടോ ഇവരെ കിച്ചണാട്ടോ ഈ കാണുന്നേ. റിസ്കി ഷോട്ടുകളിലൂടെയാണ് അഞ്ചു കടന്നു പോകുന്നത്. കുറേ നേരം നമ്മളങ്ങനെ പോളൂർ ഫാൾസ് നോക്കിയിരുന്നു. അതിൻ്റെ മനോഹരം കാണുമെങ്കിൽ ഇങ്ങനെ അറ്റത്തൊക്കെ വരണം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊടൈക്കനാലിലാണ് കേട്ടോ. കൊടൈക്കനാലിൽ പോളൂർ. ഇവിടെ എങ്ങനെ എത്തിയെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. എങ്ങനെയാണ് വന്നത്, ഇവിടെ എങ്ങനെ എത്തിയത്, ഇവിടെ എവിടെയാണ് സ്റ്റേ ചെയ്തതെന്നൊക്കെ. ഇവയ്ക്ക് കാണുന്നതൊക്കെ പോളൂർ ഫാൾസ് ആണ്. അതുപോലെ അത് കാണുന്നത് ക്ലാവര എന്ന് പറഞ്ഞ ഗ്രാമമാണ് കൊടൈക്കനാൽ ലാസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് യെസ്. പഴഞ്ഞി റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഓരോ സ്ഥലത്തേക്ക് പോയത് കുതിരയൊക്കെ ഉണ്ട് കണ്ടോ. കുതിര, അതുപോലെ തന്നെ ഓട്ടോ, അങ്ങനെ പല സാധനമാട്ടോ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള. അതുപോലെ തന്നെ ഒരു ബസ്സും ഉണ്ട്. ബസ്സിൽ പോകണമെങ്കിൽ കുറച്ച് പൈസ വേണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ബസ്സിൽ പോകാൻ പറ്റുമോ നോക്കാം. ഫുൾ ഓട്ടോ ഇതൊക്കെ ആയിട്ട് ഭയങ്കര ഒച്ചപ്പാടാട്ടോ ഇവിടെ. നമ്മളെവിടെ ഇരിക്കുന്നേ? എവിടെയാ? ഞങ്ങളിവിടെ ബസ് സ്റ്റാൻഡിലാട്ടോ, പളനി ബസ് സ്റ്റോപ്പിലാണുള്ളത്. ഇവിടെ നമ്മൾ കൊടൈക്കനാലിലേക്ക് പോവാട്ടോ. യെസ്, കൊടൈക്കനാലിലെ ബസ് എത്ര മണിക്കാ? അതുവരെ നമ്മളിങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യണം. ഇവിടെ ആകെ സിറ്റിംഗ് എന്ന് പറയുന്ന വേണ്ടിയിട്ട് ഇവിടെ മാത്രമാണ് അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് പോലീസ് ആയതുകൊണ്ട് ആരോടൊക്കെ എന്തൊക്കെയോ ചോദിച്ചിട്ട് പറഞ്ഞൊക്കെ വിടുക. ബാക്കി എല്ലാവരും ഇതുപോലത്തെ സ്ഥലത്തായിരിക്കുക. ഈ കാണുന്ന സ്ഥലമില്ല, അവിടെയൊക്കെ ഇങ്ങനെ നിരന്നങ്ങ് ഇരിക്കും. ഇവിടെ ഒരു എന്താ പറയുക, ഇത്രയും വലിയ ഗവൺമെൻറ് നല്ല സെറ്റപ്പാന്നൊക്കെ പറഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൽ പോയൊരു സീറ്റ് പണിയാത്ത ഒരു ഊള ഗവൺമെൻറ്റായി പോയല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് ഈ ബസ് സ്റ്റോപ്പിലാണെങ്കിൽ ഇവിടെ സീറ്റ് ഉണ്ടാവും, അവിടെ സീറ്റ് ഉണ്ടാവും, അതിൻ്റെ അപ്പുറം സീറ്റ് ഉണ്ടാവും, എല്ലാ സ്ഥലത്തും സീറ്റ് ഉണ്ടാവും. ഒരുമാതിരി ഗവൺമെൻറ് ഇവിടുത്തെ നല്ല സപ്പോർട്ടൊക്കെ ആയിരിക്കും. പക്ഷേ ഇതുപോലും ചെയ്ത് കൊടുക്കാണ്ട് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് എന്താവസ്ഥയാണ്. കൊടൈക്കനാലിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ബസ്സിലൊക്കെ 10 രൂപ ടോക്കൺ എടുക്കണം. ഞങ്ങൾ 20 രൂപയാണ്. സീറ്റ് കൺഫേം ആയി. ഇവിടുന്ന് കൊടൈക്കനാലിൽ എത്ര പൈസയാണ്? 60 രൂപയാട്ടോ. അപ്പോൾ കൊടൈക്കനാൽ വരെ 60 രൂപയാണ്. 3 മണിക്കൂർ 3.5 മണിക്കൂറാണ് ബസ് യാത്രയുണ്ട്. എന്നാലും നോക്കിയേക്കാം. ബസ് ഇപ്പം പളനി നിർത്തിയിട്ടുണ്ട്. പളനി നിർത്തിയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഫുൾ ആൾക്കാരാട്ടോ. ആദ്യം തന്നെ ടോക്കൺ എടുക്കുന്നതിനെ കൊണ്ട് തന്നെ നമുക്ക് സീറ്റൊക്കെ കിട്ടും. ആ ഒരു വ്യൂ കണ്ടോ, ഫുള്ള് തെങ്ങ് കേട്ടോ. നമ്മൾ കേരളത്തിൽ പോയി ഇത്രയും തെങ്ങൊന്നും നിൽക്കുമ്പോൾ ഇവിടെയൊക്കെയാണ് ഫുള്ള് തെങ്ങ്. എന്തോരം സ്ഥലം. ബസ്സിൻ്റെ ഹോണടിയാണ് കേട്ടോ. നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുക. മല ഇപ്പം കയറാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഈ വിഷ്വൽസൊക്കെ കണ്ടത്. അങ്ങനെ നമ്മൾ മൂഞ്ചിക്കലെത്തിയിട്ടുണ്ട് കേട്ടോ. കൊടൈക്കനാലിന് മുമ്പ് തന്നെ ഇത് കഴിഞ്ഞ് മൂഞ്ചിക്കൽ കഴിഞ്ഞാൽ കൊടൈക്കനാൽ ഞങ്ങൾ മൂഞ്ചിക്കൽ നോക്കിയിരിക്കുക കേട്ടോ. കൊടൈക്കനാൽ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. 3:30 കിട്ടിയാണ് നമ്മൾ. ഇതിനും കൂടെ പോകുന്നത് ക്ലാവരയാട്ടോ. കൂടി ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. സ്റ്റെമ്പിലേക്ക് ഇഷ്ടം പോലെ ആൾക്കാരിങ്ങനെ കാത്തു നിൽക്കുക കേട്ടോ. വൈകുന്നേരമായി. തണുപ്പൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് നല്ല ചൂടാണെങ്കിലും വൈകിട്ട് നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും ലൂസ് മോഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഗുളിക കുടിക്കുക, എന്താ പോവുക, പിന്നെയും ഭക്ഷണം കഴിക്കുക, പോവുക. വയറ്റിലൊന്നുമില്ല, തലയൊക്കെ കെട്ടന്ന് കറങ്ങുക വട്ടത്തിലൊക്കെ. അപ്പോൾ അങ്ങനെ രീതിയിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ക്ലാവരയുള്ള ബസ് വന്നിട്ടുണ്ടെങ്കിൽ കയറാൻ വേണ്ടി നിൽക്കുക കേട്ടോ. 7 മണിക്കാണ് ബസ് എന്ന് പറഞ്ഞത്. ഇന്നലെ രാത്രി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബസ്സിൽ കയറി 7 മണിക്കാണ് ബസ് വന്നത്, ക്ലാവര ബസ്. അവൻ നമ്മൾ പോളൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിട്ട് ഇറങ്ങിയിരിക്കുക കേട്ടോ. എന്തായിരുന്നു എന്തോ ഒരു മുട്ടയുണ്ട്. ആ ഒരു സ്ഥലത്താണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇന്നലെ രാത്രി ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് മതിലൊക്കെ ചാടി കിടന്നാ. ഇത് 5 അവിടെ കണ്ടോ, അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നുഴഞ്ഞ് കയറി. ഇവിടെ ആരും ഇല്ല കേട്ടോ, എല്ലാവരും നാട്ടിലല്ലേ.
അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ടെൻ്റ് അടിച്ച് ഇന്നലെ കിടന്നുറങ്ങിയതാട്ടോ. അപ്പോൾ രാവിലെ ആയപ്പോൾ തന്നെ ഇവിടുത്തെ വേറൊരാളുണ്ടായിരുന്നു, വേറൊരു സ്ഥലത്ത് പ്രോപ്പർട്ടിയുള്ള മലയാളി തന്നെയാണ്. അവർ വന്നിട്ട് നമുക്ക് ഇവിടെ തുറന്നൊക്കെ തന്ന് അവിടെ പോയാട്ടോ ഫുഡ് കഴിച്ചു. അതായത് അവിടെയാണ് ക്ലാവര ഉള്ളത്. നമ്മളെ ഇതിൻ്റെ അപ്പുറം നമ്മളെ മലേൻ്റെ അപ്പുറം എവിടെയാ, എന്താ സ്ഥലം എവിടെയാ? കേരള കേട്ടോ. അതായത് കോട്ടക്കമ്പൂർ എല്ലാം കേട്ടിട്ടില്ലേ നിങ്ങൾ? വട്ടവട, കോട്ടക്കമ്പൂർ ആ ഒരു ഏരിയ ആണ്. ഈ വലിയൊരു മതിലില്ലേ അതിൻ്റെ അപ്പുറത്താണ് ഈ ഒരു കേരളത്തിൻ്റെ പാർട്ട് വരുന്നത്. കടവരി എന്നൊക്കെ പറഞ്ഞ സ്ഥലമാണ് അതിൻ്റെ അപ്പുറം, ക്ലാവരേൻ്റെ അപ്പുറമൊക്കെ. അടിപൊളിയാട്ടോ. ഇവിടെയൊക്കെ കാളയാട്ടോ. രാത്രി വന്നപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇതായിരിക്കുന്നു, പക്ഷേ പിന്നെ ഞങ്ങൾ മുകളിലോട്ടേക്ക് വന്നതാണ്. എല്ലാ സ്ഥലത്തും ഇതേപോലെ പ്രോപ്പർട്ടിയാണ് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റുന്നത്. ഇപ്പം നല്ല വെയിലാണ്. അപ്പോൾ ഇവിടെ ടെൻ്റ് അടിച്ചിട്ട് ഞങ്ങൾ നേരത്തെ ഒരു വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയി. ഇനി സാധനങ്ങളൊക്കെ വന്നിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. ഇവിടുന്ന് ഫുഡ് രാവിലെ കഴിച്ച ഇഡ്ഡലി മാത്രമേ ഉള്ളൂ. ഇതാണ് കേട്ടോ ഇവരുടെ കിച്ചണ്. റൂമൊക്കെ ഉണ്ട്, ഇവരെ കുറേ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ അലമ്പായിട്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഇവരെ ഒരു ഉള്ളിൽ തന്നെയുള്ള ഭാഗമാണ്. ഇനി നമുക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കാനുള്ള സമയമായി. വേഗം ചോറും കറിയൊക്കെ ഉണ്ട്. മുട്ടയും അരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചോറുണ്ടാക്കാം. അപ്പോൾ വേഗം ചോറൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടിയിട്ട് ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് പോകട്ടോ. വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതായത് ഇവിടുത്തെ മലയാളീൻ്റെ കേട്ടോ. അപ്പോൾ ഇവരാണ് നമ്മളെ ഇവിടെ കീയൊക്കെ കൊണ്ട് തന്നത്. കീയും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നത് ഈ ബ്രോ ആട്ടോ. അപ്പോൾ ബ്രോൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് പോവാട്ടോ. പേരെന്തേനു? ശിവ. ഇവിടെ ഒരു പ്രോപ്പർട്ടീൻ്റെ പേര് മോക്ഷ കൊടേസ് എന്നാട്ടോ പേര്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് നമ്മൾ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കേട്ടോ. അതൊന്നും കാണിച്ചില്ല, സാധാരണ എല്ലാത്തിനും ഫുഡ് കഴിച്ച് കാണിക്കുന്നുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ഈ വഴിയാട്ടോ ഇന്നലെ കയറി വന്നത്. ഇവിടെയാണ് ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ഇപ്പം ഓഫ് സീസണാണ്. വെട്ടി മാറ്റിയിട്ടുണ്ട്. മാപ്പ് ഉണ്ടായിരുന്നു. കോളൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത്. നേരെ പോവാ. ഇവിടെ കണ്ടോ നമ്മളെ സ്റ്റെപ്പായിട്ട് കൃഷി ചെയ്ത സ്ഥലങ്ങളാട്ടോ. ഒക്കെ ഉണ്ട്. ഫുള്ള് തന്നെയാണ് ഈ ഒരു ഭാഗത്ത്. നമ്മളെ കൊടൈക്കനാലിൻ്റെ ഉള്ളിലോട്ടുള്ള ഏരിയ ആണ്. 44 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നാലേ നമുക്കിതൊക്കെ കാണാൻ സാധിക്കുള്ളൂ. ചെറിയ റോഡ്, നല്ല റോഡാണ്. അധികം വലിയ റഷൊന്നും ഇല്ലാതെ തന്നെ ഇവിടെ നമുക്ക് സുഖമായിട്ട് പോകാനും പറ്റും. നമ്മളങ്ങനെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ മൊത്തം യൂക്കാലിപ്സിൻ്റെ മരങ്ങളാട്ടോ. ഫുള്ള് യൂക്കാലിപ്സിൻ്റെ മരം. ഈ മോളോട്ടേക്കല്ലേ? ഇന്ന് കുറച്ച് പണി വീടും. അത് കയറാനോ? ഇവർക്ക് നടക്കാൻ പറ്റുന്നില്ല. സൈക്കിൾ ഓട്ട് നേരം കയറ്റൊന്നും പ്രശ്നമല്ല, അത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പണിയാ. പണി തന്നെയല്ലേ. അവർക്കിപ്പോൾ എത്ര കൂലി ഉണ്ടാകുക? ഓ, സ്ഥലം നോക്കി അടിപൊളി. പറിച്ചില്ലേ? സീസണിനനുസരിച്ച് കൃഷി മാറ്റിക്കൊണ്ടിരിക്കും. എത്തി അയ്യോ, ഇവർക്കിന്ന് സീനില്ല. ഇവർ സ്ഥിരമായിട്ട് കയറി ഇറങ്ങുകയും ചെയ്യുന്ന ആൾക്കാരാ. നല്ല വ്യൂ ആട്ടോ ഇവിടെ, നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ കൃഷി ഏരിയ കേട്ടോ. ഇപ്പോൾ ഒന്നിൻ്റെ കൃഷി കഴിഞ്ഞിട്ട് അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. യെസ്, നമ്മളെ സ്ഥലത്തെത്തി. ഇപ്പോൾ ഉള്ള റൂമില്ലേ? ആ ഓ, ബാക്കി ടെന്റുകളല്ലേ? ആ പിന്നെ റൂമായിട്ടുള്ള ഒന്നല്ലേ? ഓ,
ചത്തോ? ഫുഡൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കില്ലേ? എവിടെയാ ഇപ്പൊ പണി നടക്കുന്നത്? ആ 3 വരാണ്ട് ഇത് ടെന്റും ഉണ്ടല്ലേ? അടിപൊളി. ഫുള്ള് ഇവിടെ നിന്നല്ലേ ലൈറ്റ് എത്തുന്നുണ്ടെന്നല്ല? ഇത് മൊത്തം നിങ്ങളെ സ്ഥലമാണ് മുകളിലുള്ളവരല്ലേ? ആ അടിപൊളി അടിപൊളി വ്യൂ ആണല്ലോ. ഓ മൈ ഗോഡ്, ഹസ്കി. ഞാനില്ല അയ്യോ അയ്യോ സീന്. കേറിയാ? അയ്യോ സീൻ സാധനം. ഇത് അമേരിക്കൻ മുള്ളോ? ഇവന് ഓളിന്റെ അടിച്ചത് അവരെ കൂടെ. സീന്. നിന്റെ വേക്കില് പൂടൊക്കെ ഉണ്ട്. അടിപൊളി സ്ഥലം. എവിടെ? അടിപൊളി. പട്ടിക്കുട്ടിന്റെ കൂട്ടിലൊക്കെ വേണ്ടി പോവാന്ന്. എവിടെയോ പോയിട്ടുണ്ട്. നല്ല സ്ഥലാണ്. ഇതാ കണ്ട പട്ടിയാട്ടോ, ഇത് മറ്റേ ഹസ്കിയും. അടിപൊളി. ഇത് ഏതോ വേറൊരു പട്ടിയാ, കണ്ടിട്ട് അഞ്ചു പട്ടിയാ തോന്നുന്നുണ്ട്. ഞങ്ങളപ്പോൾ ഇതിൻ്റെ മലമുകളിൽ കയറാൻ പോകട്ടോ. ഈ വെള്ളം പോകുന്നുണ്ടോ? ഇത് ഇവിടുത്തെ കൃഷികൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമാട്ടോ ഇങ്ങനെ ഒഴുകി പോകുന്നത്. ഇവരിവിടെ ഇത് കണ്ടോ, പൈപ്പ് വെച്ചത് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഡയറക്റ്റ് വെള്ളം താഴോട്ടേക്ക് പോകും. ഇങ്ങനെ തന്നെ പൈപ്പിൻ്റെ സൈഡിൽ കൂടെ തന്നെ. മനോഹരമായ സ്ഥലം അല്ലേ? അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലൊക്കെ കയറി നടന്ന് നോക്കാം. ഇതൊക്കെ ഇങ്ങനെ പിടിച്ചാൽ മതി. ഈ വള്ളിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കയറിയിട്ടൊക്കെ പോവാം. അടിപൊളിയാ. വിടി. ആ വള്ളി വിടി. ആ നടക്ക്. റൈറ്റ് റൈറ്റ് എന്നാണ് ലെഫ്റ്റിലോട്ട് നടക്കുന്ന മാണ്ടി. ഫുൾ കാട് പോലത്തെ ഏരിയ ആണ്. കാട് മുഴുവൻ ഫോറസ്റ്റ് ആണല്ലോ. അത് രസമുണ്ടല്ലേ സ്ഥലം? ഒന്നും കാട്ടാനില്ല, അത് കാട്ടിയിട്ട് പോയിക്കോളൂ. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോകാൻ പറ്റും. കാടായതുകൊണ്ട് അഞ്ചുവിന് ചെറിയ പേടി. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ച്. ഇതാണ്ടോ ഫുൾ കാടാട്ടോ, ജംഗിൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പട്ടിക്കുട്ടന്മാരുണ്ടായിരുന്നു, അതിനെ കൂടി കൂട്ടാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. നിങ്ങളെ മേത്തൊക്കെ ആയിരുന്നു ചാടിക്കയറി, നിങ്ങൾ കണ്ടില്ലേ? ഇതിവിടെ പുതുതായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയതാട്ടോ. എന്തിൻ്റെയാണെന്നറിയില്ല, പയറാണോ എന്തിൻ്റെയാണെന്നറിയില്ല. ഫുള്ളിങ്ങനെ
നിരനിരാന്ന് പറഞ്ഞ് കിടക്കുക കേട്ടോ. ഫുൾ കൃഷിയിലാണ് നമ്മൾ ഈ വഴി കേട്ടോ തിരിച്ചു പോകുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആട്ടോ ഇത്. മൊത്തം നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ഇല്ലല്ല കുഞ്ഞ് ഇവിടെ ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട്. കാല് നീളം കൂടിയിട്ട് അവന് ആടാൻ പറ്റണല്ല. പൊട്ടിക്കോ? ഓക്കെ, രണ്ട് വള്ളിയിലുള്ള ഞാണിമ്മക്കളി കഴിഞ്ഞിട്ട് പോടാടുന്നു. മതി. അവിടെ ചെറുതായിട്ട് ലൈറ്റൊക്കെ കത്താൻ തുടങ്ങി. പക്ഷേ നമ്മൾ തണുപ്പ് കാരണം നമ്മൾ തിരിച്ചു പോകാം കേട്ടോ. സെറ്റർ കറണ്ട് വരുമ്പോഴാണ് സെറ്റർ എടുത്തിരുന്നെങ്കിൽ സീനില്ലായിരുന്നു. തണുപ്പ് കൂടുന്നേരം സീനാണ്. രസമുണ്ട് ലൈറ്റ് ആവും ഇപ്പം തന്നെ. ഗുഡ് മോർണിംഗ്. അതെ, ഞങ്ങൾ രാവിലെ ആയി. പിറ്റേ ദിവസം രാവിലെ ഉച്ചയാറ്. എങ്ങോട്ടാ പോകുന്നേ? ഭക്ഷണം കഴിക്കാൻ പോകും. നല്ല ചൂടാണ്. വെയിലൊന്ന് മാറിക്കുന്ന തണുപ്പുന്നുണ്ട്, അല്ലാണ്ട് നല്ല ചൂട് തന്നെയാണ്. സ്ഥലം കണ്ടോ എന്ത് രസാ. ഏതാ സ്ഥലം? ഈ സ്ഥലം നിങ്ങള് സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും, ഓർമ്മയുണ്ടോ? നായാട്ട് എന്ന് പറഞ്ഞ സിനിമേൻ്റെ അകത്തുള്ള സ്ഥലമാട്ടോ ഈ കാണുന്നത്. അത് പറഞ്ഞു പോവുക. ഈ സ്ഥലത്ത് നിന്നാണ് നായാട്ടിൻ്റെ ക്ലൈമാക്സ്, മറ്റേ ജോജു ജോർജ് ഓടുന്നതും സൂയിസൈഡ് ചെയ്യുന്നതൊക്കെ സീനൊക്കെ ഷൂട്ട് ചെയ്ത് ഈ ഒരു സ്ഥലത്ത് നിന്നാണ് കേട്ടോ. അഞ്ചിനെ നോക്കിക്കേ. ഫുഡ് കഴിക്കാൻ പോണെന്നറിയോ? എങ്ങോട്ടാ? കുറേ ദൂരം നടക്കാനുണ്ട്. കുറച്ച് ദൂരം നടന്നാൽ മാത്രമേ നമുക്ക് ഫുഡ് കഴിക്കാൻ സ്ഥലത്ത്. ഇവിടുന്ന് ഒരു കയറ്റം പോലെ ഉണ്ട്, ചുരം പോലെ. ആ സാധനം കുത്തനെ കയറണം. അത് കഴിഞ്ഞ് കഴിച്ചിട്ട് തിരിച്ചു വരണം. അടുത്ത് കഴിക്കാം. അതാണ് അവസ്ഥ. ഇതെന്താ അവിടെ നിൽക്കുന്നേ? ഇതാട്ടോ വഴി. ഷോർട്ട് കട്ട്. അതെ, എല്ലാ മലയുള്ള സ്ഥലത്തിലുള്ള ഷോർട്ട് കട്ട് പോലെ ഞങ്ങൾക്ക് ഷോർട്ട് കട്ട് കിട്ടിയിരിക്കുകയാണ്. ഇവിടെ എല്ലാ സ്ഥലത്തും ഈ കാളയും പശുക്കളും ആണ്. എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. 5 നേരത്തെ ഒരു കാള ഇരുന്നിട്ട് ഓടാൻ നോക്കിയതാ. ഫസ്റ്റ് ഓടിയ വെള്ളം. അത് കഴിഞ്ഞ് ഞാൻ ബേക്കിലേക്ക് ഒന്ന് മാറിക്കൊടുത്ത്. ഒന്നോ ഇതെല്ലാം കാട്ടിയിടിയ. ഇവിടുന്ന് മുകളിലേക്ക് കയറാനുള്ള വഴി. അത് ഇവിടുത്തെ ലോക്കൽസ് മൊത്തം ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അവിടെ ഞാൻ നടന്ന് വരുത്താട്ടോ. നമ്മൾ മുകളിലെത്തി. ഇനി റോട്ടിൽ കൂടി പോകണം. ഇനി കട്ടില്ല, ഇനി നേരെയുള്ള അങ്ങോട്ടേക്കാ. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വന്ന് കഴിക്കുകയൊക്കെ ചെയ്തട്ടോ. ശിവാണ് എൻ്റെ കടയാണിത്, ക്ലാവരുള്ളത്. അവിടെ നിന്നാണ് നമ്മൾ കഴിച്ചത് ഫുഡൊക്കെ. ഇഡ്ഡലിയും സാമ്പാറും. ലാസ്റ്റ് നമ്മളാണ് പാത്രം ക്ലീനാക്കിയെന്നാണ് പറയുന്നത്. വേറെ ആർക്കും കിട്ടിയിട്ടില്ല. നമ്മളെ കൂടെ തന്നെ വേറെ 2 മലയാളീസ് ഉണ്ട് കേട്ടോ. നമ്മൾ നിപ്പിച്ചേ അവരെ വണ്ടിയാണിത്. അവർ ഇന്നലെ കാസർഗോഡ് നിന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെയാണ് എത്തിയത്. അപ്പോൾ അവരെ കാണിക്കുന്നുണ്ട്. അവരെ കാണിക്കാം കേട്ടോ പോകുന്നതിന് മുമ്പ്. നമ്മളപ്പോൾ നേരത്തെ നമ്മളെ ജീപ്പിൽ കൊണ്ടായില്ലായിരുന്നു അവരെ സ്ഥലത്തേക്ക്. ആരതും കാണിച്ചൊന്നുമില്ല, സമയം കിട്ടിയില്ലായിരുന്നു കാണിക്കാൻ. അവരെ നമ്മൾ നിൽക്കുന്നതിൻ്റെ മലേൻ്റെ തൊട്ട് ഇപ്പുറ സൈഡിലാണ് അവരെ പ്രോപ്പർട്ടി വരുന്നത്. ഫ്രണ്ടിൽ ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അഞ്ചു ഇതെന്താ കവാടൊക്കെ ഉണ്ടല്ലോ. പട്ടിയുണ്ട് കയറിക്കോ. അവളെ കടിക്കാൻ നോക്കിയിട്ട് എനിക്ക് പോകണം. അവളെ പറഞ്ഞുവിടാ, വലിക്കാക്കിയത്. ഇവിടെയൊക്കെ ഉണ്ടോ ഇവരെ കിച്ചണാട്ടോ ഈ കാണുന്നത്. എന്ത് രസമാണ്, ഫുള്ള് പൂണ്ട് ഒളിപ്പിച്ച് വെച്ചാണ്ടോ. ഇത് ഇതിൻ്റെ ഓണറാണ്. ഓണർ സാധനം ഇവിടെ എടുത്ത് വെച്ചതോ. അടിപൊളിയല്ലേ കിച്ചൺ സെറ്റപ്പ്. ഇങ്ങനെ പുറത്ത് പിന്നെ ഒരു മഡ് ഹൗസ് എല്ലാം ഇതുപോലെ തന്നെ ഉള്ള. പിന്നെ ടെൻറ്റ് സ്റ്റേ ഒക്കെ ഇവിടെ ഉള്ളത്. അടിപൊളി. ഇവിടെ നമുക്ക് പൂളൂർ കാണാൻ പറ്റും. പൂളൂർ എന്ന് പറഞ്ഞിട്ടുള്ള ടൗണാട്ടോ ഇത്. ചെറിയ കൊടൈക്കനാലിൻ്റെ ഉള്ളിലുള്ള. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ ചില ആൾക്കാർ, മിക്ക ആൾക്കാർക്കും അറിയാം, കുറേ ആൾക്കാർക്ക് അറിയാത്തതുണ്ട് ഈ പൂളൂരൊക്കെ എവിടെയാണ്. ഇവിടെയാണ് പൂളൂർ. നമ്മൾ കൃഷിയിടം കണ്ടില്ല ഇന്ന് കഴിഞ്ഞ ദിവസം നായാട്ടിൻ്റെ, അതൊക്കെ അവിടെയാണ്.
ആക്കാന്നാണ് അഞ്ചു വെക്കുന്നുണ്ടല്ലേ. ഒക്കെ ഇവിടുത്തെ ആൾക്കാരാണ്. ഫുള്ള് കൃഷിയിടങ്ങളാണ്. പൂണ്ടും അതുപോലെ തന്നെ നമ്മളെ വെളുത്തുള്ളിയും പിന്നെ ഗ്രീൻ പീസാണ് ഇപ്പം കൃഷി നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അലർജി ആയതുകൊണ്ട് കേട്ടോ ഞാൻ വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് വിശേഷം ചോദിച്ചറിയാം. ബ്രോ പേര് പറ. ഹായ് ബ്രോ, അതുൽ. ബ്രോൻ്റെ പേരെന്താ? അല്ല, ഈ പ്രോപ്പർട്ടീൻ്റെ പേരെന്താ? ട്രൈബ് ഹിൽസ് കോടെ. ട്രൈബ് ഹിൽസ് കോടയല്ലേ? ഇൻസ്റ്റയിലൊക്കെ അക്കൗണ്ട് ഇല്ലേ? ആ, പക്ഷേ യൂത്തുകൾക്ക് അടിച്ചു പിടിക്കാൻ വന്ന സ്ഥലമാണെന്ന് പറയുന്നത്. ഇക്കളതില്ല ഇതിനകത്ത് ഇല്ലല്ലേ? ഇവരൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. കടിക്കാൻ പാടില്ല, കടിക്കരുത്. ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ച് തിരിച്ചെത്തി കേട്ടോ. രാത്രിയായി. ആ കാണാട്ടോ പൂണ്ടി ഇവിടത്ത് കാണാൻ പറ്റും. ഇവിടെ നമ്മളുടെ ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയി കേട്ടോ. ഫുള്ള് വെയിലാണ് ഇവിടെ. നല്ല ക്ലൈമറ്റ് ആണ്, കാരണം നല്ല വെയിലുള്ള സമയമാണ് ഇപ്പോൾ. കരിഞ്ഞു പോകും. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ മെയ് ലാസ്റ്റ് ജൂൺ മഴ തുടങ്ങി നടക്കണമെങ്കിൽ വന്നാൽ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും. അപ്പോൾ ടെൻറ്റ് ഇതാ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇതിനുള്ളിൽ നമ്മൾ 2 ദിവസം നിന്നത്. ഇപ്പം കുറേ ആൾക്കാരൊക്കെ വന്ന് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. പോളൂരാണ് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലുള്ള കൊടൈക്കനാലിൽ നിന്ന് പോളൂരേക്ക് പോകുന്ന വഴിക്ക് പോളൂർ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഈ ഭാഗത്താണ് പോളൂർ എന്നാണ് സ്ഥലമുള്ളത്. അതിന് തൊട്ട് മുമ്പായിട്ടുള്ളത്. ഇതിനകത്ത് 10-20 ആൾക്കാരൊക്കെ സുഖമായിട്ട് കൊള്ളും. ബാച്ചിലേഴ്സ് ആണ് കേട്ടോ കൂടുതൽ വരുന്നത് ഇങ്ങോട്ടേക്കൊക്കെ. വെള്ളം വേണ്ട, നമ്മൾ അത്രയല്ലേ പോകുന്നുള്ളൂ. ഇതാ അവിടെ കണ്ടോ നമ്മളിപ്പം പോകാൻ പോകുന്നൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അത് കാണാൻ വേണ്ടി പോകാം കേട്ടോ. അതാണ് ക്ലാവര്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ക്ലാവരയ്ക്ക് പോകുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടേക്ക് വന്നതാണ്. ഇവിടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഈ വെള്ളം ഒഴുകി പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കൃഷിയിടത്തിലേക്കും എല്ലാ സ്ഥലത്തേക്കും ഈ വേനൽക്കാലം ആകുമ്പോൾ ഇവരിങ്ങനെ ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കും. കാരണം മഴയില്ല ഈ സമയത്തൊന്നും. ഇവിടെ മഴയേ പെയ്യൂല ഈ സമയത്ത്. അപ്പോൾ വരണ്ട കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ കുറേ കൃഷിയിടങ്ങൾ സ്ഥിതി ചെയ്യുന്നൊരു ഗ്രാമമായതുകൊണ്ട് തന്നെ ഈ വെള്ളമൊക്കെ ആട്ടോ അതിനായി യൂസ് ചെയ്യുന്നത്. ഓരോ പറമ്പിലേക്കും അതുപോലെ തന്നെ ഇവരെ കുളിക്കാനും കുടിക്കാനൊക്കെ ഈ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ സമയം ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. ചില സമയത്ത് ചില സ്ഥലത്തേക്കുള്ള വെള്ളം ഓപ്പൺ ആക്കി തിരിച്ച് വിട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ സൈഡ് കൂടി വിടുന്നുണ്ടില്ലേ? ഈ വെള്ളം വേണം അവർക്ക് പ്രോപ്പർട്ടിയിലേക്ക് അടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയുണ്ട്. നല്ല സ്ഥലം. വെള്ളം കുറവാ. ക്ലാവരുണ്ടോ? അതെ. അങ്ങനെ നമ്മൾ അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു നദി ക്രോസ് ചെയ്യണം. ഈ ഒരു സാധനം ക്രോസ് ചെയ്യണം. എന്നിട്ട് വേണം പോകാനായിട്ട്. ഇതാ ഇതിലൂടെ കേട്ടോ വഴിയുള്ളത്. ഇതാ ഈ ഒരു വഴിയാണ് നമുക്ക് പോകാനുള്ളത്. എന്നാൽ അങ്ങെത്തുള്ളൂ. ബാ, ഇതുവഴി മെല്ലെ മെല്ലെ നടക്കണേ. എന്നോട് കൂടിയാ പറഞ്ഞത് ഇതിലേ കൂടി തന്നെ മെല്ലെ മെല്ലെ നടക്കണമെന്ന്. ഇനി ഇതിലേ കൂടി പോകണം താഴോട്ട്. റിസ്ക് പിടിച്ച വഴികളാണ്. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഉണ്ടാവില്ല, ഞാനും ഉണ്ടാവില്ല. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൂ അല്ലേ? ഷൂ ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പറ്റായിരുന്നേ. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേറൊരു റൂട്ടായി മാറും. വേഗം താഴത്ത് ഒന്നെങ്കിൽ വാട്ടർഫോൾസിലെത്താം, അല്ലെങ്കിൽ പരലോകത്തേക്ക് എത്താം. രണ്ടിലേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റും ഈ ഒരു ബൈക്ക് വന്നാൽ. ഇവിടെ മൊത്തം കൊങ്ങിണിപ്പൂവുകൾ നിറഞ്ഞു കിടക്കാം കേട്ടോ. 2 സൈഡിലായിട്ട് ഫുള്ള് കൊങ്ങിണിപ്പൂക്കളാണ്. ഫുള്ള് ചാണകല്ലേ? ഫുള്ള് കൊങ്ങിണിപ്പൂവാ ഈ ഭാഗത്ത് മുഴുവനായിട്ട്. പട്ടിത്തീട്ടൊക്കെ കാണാൻ പറ്റും താഴേലൊക്കെ. അവിടെ എത്തണം. എന്നിട്ട് കണ്ടോ ഇറങ്ങിയിട്ട് അവിടെ എത്തണം. പിന്നെയും കയറണം, എത്തണം. താഴെ കൂടിയുള്ളൊരു വയ്യ. ചെന്ന് നോക്കട്ടെ. നീ ഒന്ന് വാടി. അവളതിനുള്ള കിടങ്ങുന്ന അവൾക്ക് വരാൻ പറ്റുന്നില്ല. അത് വരുന്ന ആരൊക്കെയോ ഇവിടെ. ഞാനിപ്പം വീണേനെ. ഇവിടെ വേസ്റ്റൊക്കെ ആരൊക്കെയോ ഇട്ടിട്ട് പോകുന്നുണ്ട്. ഫുള്ള് വേസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. റിസ്കി ഷോട്ടുകളിലൂടെയാണ് അഞ്ചു കടന്നു പോകുന്നത്. ഷൂട്ട് വരാനേ ഉള്ളൂ. യെസ്, നമ്മൾ മുകളിലേക്ക്. സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. ഇതാ ഇവിടെയൊക്കെ ഗ്രീൻ പീസ് കൃഷി കേട്ടോ ഫുള്ളായിട്ട്.
ഫൈനലി നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് പോളൂർ ഫാൾസൊക്കെ കാണാൻ പറ്റും. പക്ഷേ പോളൂർ ഫാൾസിൽ വെള്ളമില്ല ഇപ്പോൾ, പിന്നെ എങ്ങനെ വീഡിയോ എടുക്കാനാ? നല്ല രീതിയിൽ കാണുന്നൊരു സ്ഥലമായിരുന്നു. ഇതാണ് പോളൂർ ഫാൾസ്. ആ കാണുന്ന കേട്ടോ ബസ്, വല്ലപ്പോഴും ഉള്ള ബസ്സാണ്. ലാസ്റ്റ് 10 മണിക്കാണ്. കൊടൈക്കനാലിലേക്ക് ലാസ്റ്റുള്ള ബസ്സാട്ടോ അത്. ആ കാണുന്ന പോളൂരിലേക്കാണ് പോകുന്നത്. നമുക്ക് പോളൂർ ഫാൾസ് നന്നായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ വലിയ കൊക്ക പോലത്തെ ഒരു സ്ഥലം കേട്ടോ, നല്ല താഴ്ചയിലാണുള്ളത്. ഇവിടെയൊക്കെ ഏതൊക്കെയോ ഇതുപോലെ തന്നെയുള്ള സെറ്റപ്പ് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ നിന്ന് അങ്ങനത്തെ കുറേ ഉണ്ടാവും. ഈ കാണുന്ന സ്ഥലത്തൊക്കെ മിക്കതും മഡ് ഹൗസൊക്കെ കാണാൻ പറ്റും. മഡ് ഹൗസ്. കുറേ നേരം നമ്മളങ്ങനെ പോളൂർ ഫാൾസ് നോക്കിയിരുന്ന് ഒരിറ്റ് വെള്ളമില്ലാണ്ട് കരയുകയാണ് പോളൂർ ഫാൾസ്. അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ കളറാട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇവിടുത്തെ അസ്തമിച്ച്, പക്ഷെ അങ്ങോട്ടേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ക്ലാവര എന്ന് പറഞ്ഞ മനോഹരമായ ഗ്രാമമൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അതുപോലെ നമ്മളെ സ്വന്തം പോളൂർ ഇവിടുന്ന് ഇങ്ങനെ കാണാൻ പറ്റും. ഫുൾ കൃഷിയിടങ്ങളും കാണാൻ പറ്റും. എന്ത് മനോഹരമല്ലേ കൃഷിയിടങ്ങളൊക്കെ കാണാൻ. ഞങ്ങൾക്ക് അതിനെ ലാസ്റ്റ് ഇല്ലാത്ത കാണിച്ചിട്ടുണ്ടായിരുന്നു കൃഷിയിടം സൈഡിലൂടെ ഞങ്ങളൊക്കെ പോകുന്നത്. ഇതിങ്ങനെ ഓരോ മലേൻ്റെ മുകളിലായിട്ട് ഓരോ ഗ്രാമം കേട്ടോ. ഇത് പോളൂരാണെങ്കിൽ ഈ കാണുന്നത് ക്ലാവര, പിന്നെ പൂമ്പാറയാന്ന് തോന്നുന്നുണ്ട് അത്. അതുപോലെ ഇത് പൂണ്ടി, ഇത് കൗഞ്ചി, അങ്ങനെ ഓരോ ഗ്രാമങ്ങളാണ് ഇങ്ങനെ മലയുടെ മുകളിലായിട്ട് ഇങ്ങനെ നിരനിരാന്ന് പറഞ്ഞ് കിടക്കുന്നത്. എന്ത് ഭംഗിയല്ലേ ഇതൊക്കെ കാണാനായിട്ട്. ആരെങ്കിലുമൊക്കെ കൊടൈക്കനാൽ വരുന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റുള്ള സ്ഥലത്തൊക്കെ വരാൻ പറ്റുമെന്ന് നോക്കണം കേട്ടോ. നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. കൊടൈക്കനാലിലുള്ള കുറച്ച് കേവ്സും മറ്റേതും മറിച്ചതും മാത്രമല്ല കൊടൈക്കനാൽ എന്ന് പറയുന്നത്. അതിൻ്റെ മനോഹരം കാണണമെങ്കിൽ ഇങ്ങനെ അറ്റത്തൊക്കെ വരണം. അങ്ങനെ അവിടെ നിന്നൊക്കെ നമ്മളിങ്ങനെ തിരിച്ചിറങ്ങി കേട്ടോ. ഇത് കണ്ടോ, അങ്ങാണ് പോളൂരുള്ളത്. എനിക്ക് 5 ഓടിച്ചാടി വരുന്നത്. എന്താ 5 വിശേഷം? ഉത്സവമായതുകൊണ്ട് ചെരുപ്പിട്ട് നടന്നുകൂടെ അങ്ങോട്ടേക്ക്. ഇവള് ചെരുപ്പിട്ടാട്ടോ നടക്കുന്നത്. അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഇട്ടാണ്ടോ ചെരുപ്പ്. ചേച്ചാ ഇങ്ങോട്ടൊക്കെ ചെരുപ്പിട്ട് നടക്കുന്നുണ്ടോ? ഇതാട്ടോ നമ്മൾ ആദ്യം കണ്ട കനാല് കണ്ടോ, ഫുള്ള് പച്ചപ്പാണ്. ഇവിടെ പച്ചപ്പാണ് സാർ ഇവിടുത്തെ മെയിൻ. ഇത് എൻ്റെ ഇടയ്ക്ക് ഒരു മാറിക്കിടാം അങ്ങോട്ട്. ഇവിടെ പച്ചപ്പാട്ടോ, മഴ പെയ്യുന്ന സമയത്ത് അടിപൊളിയായിരിക്കും. നമ്മളിങ്ങനെ നടന്ന് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. കനാലിലെ വെള്ളം, പച്ചപ്പില്ല എല്ലാം ഉണ്ട്. ആസ്വദിക്കാൻ എന്തെന്നാ. ഞങ്ങളപ്പോ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇതിന്റെ പേരെന്താ ഇൻസ്റ്റാഗ്രാമിന്റെ? ഇൻഫിനിറ്റി, കൊടൈ ഇൻഫിനിറ്റി. ഇവരൊക്കെ കേട്ടോ ആൾക്കാർ. അപ്പോൾ ഞാനത് ഇതിൻ്റെ അകത്ത് ഇടാം കേട്ടോ, ലിങ്കിൻ്റെ അകത്ത് ഇടാം. അതേപോലെ പേര്, അതുപോലെ തന്നെ കോണ്ടാക്ട് നമ്പർ, സ്ഥലം എല്ലാം കൂടി ഇടാം. ഇത് അമൽ, ആൻ്റണി, പിന്നെ അബി, പിന്നെ വിജു, ഇവരൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നല്ല ആൾക്കാരാട്ടോ. ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല അടിപൊളി റൂമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ പോകുന്ന അടുത്ത കാഴ്ചകളിലേക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.